പവിത്രത്തിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ജോസഫും സജീവും കൂടെ നമ്മുടെ മാനേജറിനെ പൊക്കിക്കൊണ്ട് വരികയാണ്. പൊക്കി വിക്രമിൻ്റെ അടുത്ത് കൊണ്ട് വരികയാണ്. വിക്രമാണെങ്കിൽ വിക്രമിനെ കാണുമ്പോൾ അയാൾ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അയാളടുത്ത് ചോദിക്കുന്നുണ്ട്, ആരാ പൈസ മാറ്റി, ഇപ്പോൾ പൈസ എവിടെ ഉണ്ടെന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്. അയാൾ പക്ഷെ പറയുന്നില്ല, ആദ്യമൊന്നും പറയുന്നില്ല. അപ്പം പറയുന്ന ജോസഫേ അതിങ്ങെടുത്തേന്ന് പറയുകയാണ്. അവൻ ഒരു വലിയൊരു ഇരുമ്പ് വടി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വിക്രമിൻ്റെ കൊടുക്കുകയാണ്. വിക്രം അടിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് ഞാൻ സത്യങ്ങളെല്ലാം പറയാമെന്നും പറഞ്ഞുകൊണ്ട് ആ മാനേജർ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. പൈസ കൊണ്ട് കൊടുത്തതും ശ്രീകാന്ത് പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്തെന്നൊക്കെ പറയുകയാണ്. പിന്നെ അവർ പോയി പൊക്കൊണ്ടുവരുന്നത് നമ്മുടെ ഭാഷിനിയാണ്. അവനെ പൊക്കിക്കൊണ്ടുവന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും, ഞാനിതെല്ലാം ഒന്നും ഉത്തരവാദിയല്ല, ഇതെല്ലാം ശ്രീകാന്ത് സാറ് പറഞ്ഞിട്ടാണ് ചെയ്തത്, ശ്രീകാന്ത് സാറിൻ്റെ കയ്യിലാണ് പൈസ കൊടുത്തതെന്നൊക്കെ പറയാണ്. അങ്ങനെ രണ്ടിനെയും പൊക്കിയെടുത്ത് പൂട്ടിയിടുന്നുണ്ട് നമ്മുടെ വിക്രം. ഇവർ രണ്ടിനെയും ഇനി കേസ് കഴിഞ്ഞിട്ട് പുറത്തിറക്കിയാൽ മതിയെന്ന് വിക്രം പറയാണ്. അങ്ങനെ രാത്രിയിലാണെങ്കിൽ വേദയാണെങ്കിൽ വിക്രമിനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വിക്രം അങ്ങോട്ട് വരികയാണ്. എന്തായി, പൊക്കിയോ, രണ്ടിനെയും പൊക്കിയോ? പൊക്കി, കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്ന് വിക്രം പറയണം. ഉപദ്രവിച്ചോ? പിന്നെ എല്ലാം എന്തുവാ, സ്നേഹത്തോടെ ചോദിച്ചാൽ അവരിപ്പോൾ പറയാൻ പോവുകയാണോ എന്ന് വിക്രം പറയാണ്. പൈസ എവിടാന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ശ്രീകാന്തിൻ്റെ ഓഫീസിലാണ് പൈസ എന്ന് പറയണം. പക്ഷേ ലോക്കറിലാണ്. അപ്പം ഇനി വേണ്ടുന്നത് നിൻ്റെ സഹായമാണ്. ലോക്കറിൻ്റെ നമ്പർ അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് ലോക്കർ തുറന്ന പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിക്രം പറയാണ്. അപ്പോൾ ആ നമ്പർ നീ കണ്ടുപിടിച്ച് തരണം. അപ്പോൾ വേദ പറഞ്ഞു, ഞാൻ കണ്ടുപിടിക്കത്തില്ല. അതെന്താ കണ്ടുപിടിക്കാത്തത്? എന്തിന് കണ്ടുപിടിക്കാൻ പോകേണ്ടത് എന്തിനാണ്? എനിക്കറിയാലോ ആ നമ്പർ. ശ്രീകേട്ടനും എനിക്കും അച്ഛനും മാത്രമേ എൻ്റെ നമ്പർ അറിയത്തുള്ളൂ. അപ്പം കാര്യങ്ങൾ എളുപ്പമായിരുന്നു വിക്രം പറയണം. നീ പെട്ടെന്ന് നമ്പർ പറയാമെന്ന് പറയുന്നത്. അപ്പോൾ വേദ പറയുന്നത്, പിന്നെ ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോവില്ലേ, കാര്യമൊക്കെ ശരി തന്നെ, പ്രശ്നം എൻ്റെ ഏട്ടനായിട്ട് പ്രശ്നമൊക്കെ തന്നെ, എന്നാലും നിങ്ങളെപ്പോലെ ഒരു കള്ളൻ്റെ അടുത്ത് പറയാൻ പോവില്ലയോ ഈ നമ്പറിൽ നിന്ന്. അപ്പോൾ വിക്രം പറയുന്നത്, പിന്നെ നിൻ്റെ വീട്ടിലെ മുതൽ കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് ഏതാണ്ട് ചെയ്യാൻ, എനിക്ക് നിൻ്റെ വീട്ടിലൊന്നും വേണ്ട, അതിൽ നിന്ന് ഞാനൊന്നും എടുക്കാനും പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, നിങ്ങൾക്കൊന്നും വേണ്ടാന്ന് എനിക്കറിയാം, എന്നാലും ഞാനും കൂടെ വരുന്നു ഇതിന് എന്ന് പറഞ്ഞാൽ ഈ പരിപാടിക്ക് ഞാനും കൂടെ വരുന്നുണ്ടെന്ന് വേദ പറയാണ്. വിക്രം പറയുന്നത്, നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? പിടിക്കപ്പെട്ടാൽ നീയും കുടുങ്ങും കേട്ടോടി എരുമയെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വേദ പറയാണ്, കുഴപ്പമില്ല, ഈ പോത്തിൻ്റെ കൂടെ ഈ എരുമയും കൂടെ പിടിക്കട്ടെ, ഈ കാര്യത്തിൽ എന്തായാലും നിങ്ങളെ തനിച്ച് വിടാൻ ഞാൻ തയ്യാറല്ല, നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവും, അത്രേ ഉള്ളൂ എന്ന് പറയണം. അപ്പം വിക്രം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാം, ശരി, അന്നെങ്കിൽ പോവാം, ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ട് കയറി പോവുകയാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ രാത്രിയിൽ ഓഫീസിൽ എൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പം അവിടെ എത്തിയപ്പോൾ വേദ പറയുന്നത്, ഇല്ല CCTV ക്യാമറയാണെങ്കിൽ നമ്മൾ പണ്ട് മാവിൽ കല്ലെറിയുന്ന പോലെ ഒരൊറ്റ എറിഞ്ഞങ്ങ് പൊട്ടിച്ചേക്കണമെന്നും പറഞ്ഞൊരു കല്ലെടുത്ത് വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. വിക്രമാണെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞ് ആ CC ക്യാമറ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം വിചാരിക്കും, ഇതൊക്കെ എങ്ങനെ അറിയാം എന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ സെക്യൂരിറ്റി എന്തോ ചെയ്യുമെന്ന് വിക്രം ചെയ്യുകയാണ്. അയാളുടെ തലയ്ക്കിട്ടൊരു അടിയങ്ങ്, അപ്പം വേദ പറയണം, ഒരു കമ്പി എടുത്ത് അയാളുടെ തലയ്ക്കൊരു അടിയങ്ങ് കൊടുക്കണമെന്ന് പറയണം. അപ്പോൾ ആ ഒരു കമ്പ് എടുത്തുകൊണ്ട് വിക്രം പോകാനായിട്ട് ഒരുങ്ങിയാണ് തലക്കടിക്കാൻ. അപ്പോൾ പറഞ്ഞു, വിട മനുഷ്യ, ഞാനൊന്ന് ചുമ്മാ പറഞ്ഞതാണ്, അപ്പോഴത്തേക്ക് നിങ്ങൾ തലക്കടിക്കാൻ പോവുകയാണ്, അയാൾ ചത്തുപോകത്തില്ലേ എന്ന് പറയുകയാണ്. പിന്നെ എന്ത് ചെയ്യും? ഒരു കല്ലെടുത്ത് എന്തെങ്കിലും എടുത്ത് അങ്ങോട്ട് എറിയുമ്പോൾ അയാളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ഞാനങ്ങ് അകത്തോട്ട് കയറിപ്പോൾ ബാക്കിലത്തെ ഡോറ് തുറന്നുതരാം, അപ്പോൾ അതിലേക്കൂടെ വിക്രമിനും കയറാമെന്ന് വേദ പറയുകയാണ്. പക്ഷേ വിക്രം ആ വടി കളഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ആ കല്ലെടുത്ത് എറിയുമ്പോൾ അയാളുടെ ശ്രദ്ധ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് വിക്രം ബാക്കിൽ കൂടെ ചെന്ന് അയാളുടെ തലക്കിട്ടൊരു അടിയാൻ കൊടുക്കും. അപ്പോൾ വേദ പറയുന്നത്, അയ്യോ, അയാളെ കൊന്നോ നിങ്ങളെന്ന് ചോദിക്കുകയാണ്. അയാൾ ചത്തങ്ങണം പോയാൽ നിങ്ങൾ എന്തോ ചെയ്യും? അപ്പോൾ വിക്രം പറയണ, ചത്തൊന്നും പോകത്തില്ല, 2 മണിക്കൂർ കഴിയുമ്പോൾ ചാടി എണീക്കുമെന്ന് പറയുകയാണ് വിക്രം. അങ്ങനെ അവർ രണ്ടുപേരും അകത്തോട്ട് കയറാൻ നേരത്ത് വേദ പറയാം, ഈ ഗ്ലൗസ് ഇട്ടോന്ന്. അപ്പം വിക്രം ഇരിക്കെ, ഇവക്ക് ഇത് തന്നെയാണോ പരിപാടി, നിനക്ക് ഇത് തന്നെയാണോ പരിപാടി എന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റൊക്കെ എങ്ങും പതിയാതിരിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഗ്ലൗസൊക്കെ ഇട്ട് കയറുന്നു. അങ്ങനെ കയറുന്ന വഴി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയൊക്കെ ഈ തലയൊക്കെ തട്ടി രണ്ടുപേരും കൂടെ വീഴുകയാണ്. അങ്ങനെ കുറച്ച് നേരം രണ്ടുപേരും നോക്കിയൊക്കെ ഇരിക്കുമ്പം വേദ ചോദിക്കുകയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോകുമ്പോഴാണോ മനുഷ്യ റൊമാൻസ് എന്ന് ചോദിക്കുകയാണ്. വിക്രം ഐക്ക് റൊമാൻസോ, നിന്നോടോ എനിക്കോ എന്നും ചോദിച്ചിട്ട് രണ്ടുപേരും കൂടെ അകത്ത് കയറുന്നുണ്ട്. അകത്ത് കയറി ലോക്കറൊക്കെ തുറന്ന് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അവിടെ എല്ലാം പരിശോധിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ, പക്ഷേ കാണുന്നില്ല. അങ്ങനെ അൽമാരി തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അൽമാരിക്കകത്ത് വിഷുവിന് കൊടുത്തു വിട്ട ആ ബാഗ് ഇരിക്കുന്നു. അങ്ങനെ അവർക്ക് ആ പൈസ കിട്ടുകയാണ് ചെയ്തത്. പിന്നെ കാണിക്കുന്ന കോടതിയാണ്. ജഡ്ജി കേസ് വിളിച്ച് നമ്മൾ വിശ്വനാഥനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അന്നേരം വേദ വിളിച്ചിട്ട് പറയുകയാണ്, തുടക്കം മുതൽ ഞാൻ കോടതിയിൽ പറയുന്നുണ്ട്, SK ട്രേഡിൻ്റെ മുതലാളി ഓണർ ശ്രീകാന്ത് ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ്, വിശ്വനാഥൻ നിരപരാധിയാണെന്ന് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്.
ഇന്ന് ഇവിടെ ശ്രീകാന്ത് SK ട്രേഡേഴ്സിൻ്റെ ഓണറിനെ ശ്രീകാന്തിനെ ഒന്ന് ക്രോസ് വിസ്താരം ചെയ്യണമെന്ന് പറഞ്ഞ് വേദ വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വന്ന് നിൽക്കുകയാണ്. അപ്പം ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കേസിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒന്നും മിണ്ടായിരുന്നില്ല. അപ്പോൾ എതിർഭാ വക്കീൽ ഉന്നിച്ചിട്ട് പറയാണ്, അത് എന്തൊരു ചോദ്യമാണ്, എന്തൊരു മണ്ടൻ ചോദ്യമാണ് വേദ ശങ്കരനാരായണൻ പറയുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പം ജഡ്ജി ചോദിക്കുകയാണ്, ഇപ്പം ജൂനിയർ എന്നും പറഞ്ഞ് കളിയാക്കുന്നില്ലേ, നിങ്ങൾക്ക് സമയം ഞാൻ തന്നിട്ടുണ്ട്, ഇപ്പോൾ എതിർഭാഗത്തിൻ്റെ സമയമാണ്, അപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് പറയുകയാണ് ജഡ്ജി. അങ്ങനെ വേദ വീണ്ടും വാദം തുടരുകയാണ്. അപ്പം വേദ പറയുകയാണ്, നിങ്ങൾക്ക് ഭാഗ്യ ചിട്ടിക്കമ്പനിയെക്കുറിച്ച് അറിയാമോ? അപ്പം അതാരാ നടത്തുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കും. അപ്പം അറിയാം. നിങ്ങൾക്ക് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്ക് നേരിട്ട് ബന്ധമില്ല. അപ്പം നേരിടാത്ത ബന്ധമുണ്ട് അല്ലേ എന്ന് വേദ ചോദിക്കുകയാണ്. അതെൻ്റെ വൈഫിൻ്റെ അച്ഛൻ്റെയാണ്. അപ്പം ചന്ദ്രശേഖരൻ അല്ലേ? അപ്പം അതേന്ന് പറയുകയാണ്. അദ്ദേഹം സിറ്റിയിൽ ഫ്ലാറ്റ് നിർമ്മിക്കുന്നുണ്ടെന്നും അപ്പം അതിനു വേണ്ടി അദ്ദേഹം ആൾക്കാരെ ചിട്ടിയിൽ ചേർക്കുന്നുണ്ടെന്നും നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല. അതിലേക്കാണ് നമ്മുടെ വിശ്വനാഥനെ ചേർത്തത്. അതിൽ ഇട്ട ഒപ്പാണ് ഇവർ ദുരുപയോഗം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വേദ പറയുകയാണ്. അതിനുള്ള ഫോറൻസിക് തെളിവ് ഞാൻ കോടതിയിൽ ഹാജരാക്കുന്നെന്നും വേദ പറയണം. അപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് പറയാം, ഞാൻ ഈ കേസ് പിൻവലിക്കുകയാണ്, എനിക്ക് പരാതിയില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് കോടതിയിൽ പറയാണ്. ഇത് കേട്ട് വേദ ഞെട്ടിപ്പോവാണ്. വേദ പറയാം, അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ കേസ് കൊടുക്കാനും തോന്നുമ്പോൾ കേസ് പിൻവലിക്കാനും പറ്റുമോ? അതിനു വേണ്ടിയാണ് പോലീസും കോടതിയും ഇരിക്കുന്നത്. നിങ്ങളുടെ ഓരോ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് പോലീസും കോടതിയൊക്കെ ഇരിക്കുന്നതെന്ന് നമ്മുടെ വേദ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ ഒരു തെളിവും കൂടെ ഞാൻ ഹാജരാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വേദ ഒരു പെൻഡ്രൈവ് കൊടുക്കുകയാണ്. അതിലാണെങ്കിൽ സുഭാഷ് കൊണ്ടുവന്ന് പൈസ കൊണ്ടുവന്ന് നമ്മുടെ ശ്രീകാന്തിൻ്റെ കൊടുക്കുന്നത്, ശ്രീകാന്ത് അതുകൊണ്ടുവന്ന് അൽമാരിയിൽ വെക്കുന്നത് എല്ലാം വ്യക്തമായിട്ട് അതിനകത്തുണ്ട്. അപ്പം ഇവർ പറയുന്ന 90 മുതലായ 5 ലക്ഷം ഇപ്പം എവിടാന്ന് പോലും ഇവർക്ക് അറിഞ്ഞൂടാ എന്ന് വേദ പറയാണ്. അത് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കാഞ്ഞത്. അത് സ്റ്റോർ റൂമിൽ തന്നെ, ഓഫീസിൻ്റെ സ്റ്റോർ റൂമിൽ തന്നെ ഉണ്ടെന്ന് വേദയാണെങ്കിൽ കോടതിയിൽ വെച്ച് പറയുകയാണ്. ഒരാളെ പോലും ബുദ്ധിമുട്ടിക്കുകയോ ഒരു കള്ളത്തരവും ചെയ്യാതെ കോടതിയും കയറാത്ത എൻ്റെ കക്ഷിയായ വിശ്വനാഥൻ നിരപരാധിയാണ്. അപ്പം ഇവർ കെട്ടിച്ചമച്ചൊരു കഥ മാത്രമാണെന്ന് വേദ വീണ്ടും വാദിക്കുകയാണ്. അപ്പോഴത്തെ ശ്രീകാന്ത് പറയുകയാണ്, എനിക്ക് ഈ കേസ് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഞാൻ ഈ കേസിൽ നിന്ന് പിൻവലിക്കുകയാണെന്നൊക്കെ പറയണം. അപ്പം ജഡ്ജി ചോദിക്കുകയാണ്, നിങ്ങളൊരു ന്യായാധിപൻ്റെ മകനല്ലേ, നിങ്ങൾക്ക് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഒരു നാണമില്ലേ? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുമാത്രം ശിക്ഷയാണ് അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ജഡ്ജി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വിശ്വനാഥൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, വിശ്വനാഥൻ തനിക്കെതിരെ കള്ളക്കേസ് തന്നതിൽ പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, കോടതി സ്വയമായി ഇയാൾക്കെതിരെ കേസെടുക്കുന്നതാണ് എന്ന് പറയുകയാണ് ജഡ്ജി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.